Hi guys, welcome back to the channel. Gladiator 2 കാണാൻ വേണ്ടി 4DX ലുലുലു വന്നേക്കണേട്ടാ. ഈ സിനിമയുടെ DCP വന്നത് 4K 7.1 IAB ആയിരുന്നു. വേറെ സീൻ DCP, അന്യായ ക്ലാരിറ്റി, അന്യായ സൗണ്ടും ആയിരുന്നു ഈ സിനിമയ്ക്ക്. PVR ലുലു മോളിൽ റെട്രോഫിറ്റ് ചെയ്ത ഈ 4DX പഴക്കം ഉണ്ടെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റുള്ള സ്ക്രീൻസ് വെച്ച് നോക്കുമ്പോൾ. 10 എലമെൻറ്റ്സ് ഉള്ള 4DX ആണ് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് കൂടാതെ വേറെ 2 വേരിയൻസും കൂടി ഉണ്ട് 4DXൻ്റെ. മൊത്തത്തിൽ 20 എലമെൻറ്റ്സ് എന്തോ ഉള്ള ടൈപ്പ് 4DX വേറെ ഉണ്ട്. പക്ഷേ അത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ ടോപ്പ് ഗൺ മാവറിക്കാണ് ആദ്യമായിട്ട് കണ്ട സിനിമ. അതിനുശേഷം ഞാൻ ജുറാസിക് പാർക്ക് ഡൊമിനിയൻ കണ്ടു, ഗ്രാൻഡ് ടൂറിസ്മോ എന്നുള്ള സിനിമ കണ്ടു, അതിനുശേഷം ഡ്യൂൺ പാർട്ട് 2. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമയ്ക്ക് ഇൻ്റർവെൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ 2.5 മണിക്കൂർ സ്റ്റാർട്ട് ടു എൻഡ് ഒറ്റ സ്ട്രെച്ചിലാണ് ഞാൻ കണ്ടു തീർത്തത്. ഞാൻ 4DXൻ്റെ ഒരു ഫാനല്ല, IMAX ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. Gladiator 2, directed by the same director who directed the first movie, Ridley Scott. Ace filmmaker Ridley Scott. Alien എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, ഗ്ലാഡിയേറ്റർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ന്യൂമറസ് സിനിമകൾ ഇൻക്ലൂഡിങ് ദ മാർഷ്യൻ, അങ്ങനെ പറയാൻ പോയ ഒരു കുന്ന് പടങ്ങളുണ്ട്. ഇതെല്ലാം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള റിഡ്ലി സ്കോട്ട്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങളൊരിക്കലും ഗ്ലാഡിയേറ്റർ 1 വെച്ച് ഈ സിനിമ കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഗ്ലാഡിയേറ്റർ വേറെ ലീഗ് പടമാണ്. നോ വൺ, ആബ്സല്യൂട്ട്ലി നോ വൺ ക്യാൻ റീപ്ലേസ് റസൽ ക്രോ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ ഒട്ടും മോശമല്ല, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ തന്നെയാണ്. ഒരേ ഒരു പ്രശ്നം എനിക്ക് ഈ സിനിമയിൽ തോന്നിയത്, പണ്ടത്തെ ഹിറ്റ് ഫോർമുല അങ്ങനെ തന്നെ ഡയറക്ടർ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് പുതിയ രീതിയിൽ. പക്ഷേ ആ പുതിയ രീതിയിൽ ഒരുപാട് അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. തിയേറ്ററിൽ കാണാൻ പാകത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഗ്ലാഡിയേറ്റർ 1 നമുക്കൊരു മികച്ച വില്ലൻ വോക്കീൻ ഫീനിക്സിനെ നമ്മൾ അതിനകത്തൊരു കൊമോഡസ് എന്നുള്ള ഒരു കിടിലൻ വില്ലനെ നമുക്ക് കിട്ടിയെങ്കിൽ, ഇതിനകത്ത് ഡെൻസൽ വാഷിങ്ടൺ ആണ്. എൻ്റെ മോനെ, വെറുതെ സീനാണ് പുള്ളിയാണ് ഈ സിനിമയിലെ താരം. പെഡ്രോ പാസ്കൽ ഉണ്ട്, പിന്നെ നമ്മുടെ പുതിയ ഈ മച്ചാനുണ്ട്. മച്ചാൻ്റെ പേര് എനിക്ക് കിട്ടണില്ല, പക്ഷേ ആൾക്കാരുടെ ഭാവിയുണ്ട്. എന്തുകൊണ്ട് പുള്ളിനെ കാസ്റ്റ് ചെയ്യുന്നുള്ള ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തോ ഈ റോള് ക്രിസ്ത്യൻ ബെയിലിന് കൊടുക്കാമായിരുന്നു എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. മേ ബി ക്രിസ്ത്യൻ ബെയിലിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള നായികയുടെ മകനായിട്ട് ചിലപ്പോൾ തോന്നിയില്ല എന്ന് ഡയറക്ടറിന് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ റോള് ക്രിസ്ത്യൻ ബെയിലായിരുന്നു ഈ തകർത്താനെ. പക്ഷേ ഇയാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ നടൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ ഇയാളെ കണ്ടപ്പോൾ മുഖത്തോട്ട് എനിക്ക് ഈ റോള് ക്രിസ്ത്യൻ ബെയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൻറി കാവലിന് കൊടുത്തിരുന്നെങ്കിൽ എന്തോ എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. എനിക്കറിയാൻ പാടില്ല, സൂപ്പർമാൻ കണ്ടേക്കണോണ്ടാണോ എന്നറിയില്ല. ഐ മീൻ മാൻ ഓഫ് സ്റ്റീലിൽ അച്ഛനും മകനായിട്ട് റസൽ ക്രോനെ, അതുപോലെ തന്നെ നമ്മുടെ ഹെൻറി കാവലിനെ കണ്ടുകൊണ്ടാണെന്നറിയില്ല, ഇതിനകത്ത് മകനായിട്ട് ഹെൻറി കാവൽ അഭിനയിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി വല്ലാണ്ട്. ഇതൊരു സ്കോപ്പ് റേഷ്യോ മൂവിയാണ്. ഇത് IMAX റേഷ്യോയിലല്ല സിനിമ, നമ്മുടെ വൈഡ് റേഷ്യോയിലാണ്. അത് മാത്രം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് റിഡ്ലി സ്കോട്ട് ഇത്തവണ സ്കോർ റേഷ്യോയിൽ തന്നെ ചെയ്തു എന്നുള്ള. കാരണം പുള്ളി ഇതിനെ തൊട്ട് മുന്നേ ഡയറക്റ്റ് ചെയ്ത സിനിമ നെപ്പോളിയൻ ആയിരുന്നു. നെപ്പോളിയൻ IMAXന് വേണ്ടി ചിത്രീകരിച്ച സിനിമയാണ്. എന്നാൽ ഈ സിനിമ കൂടി അങ്ങനെ ചെയ്യായിരുന്നില്ലേ? എനിക്കറിയില്ല എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളത്. ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ആയിരിക്കാം ചിലപ്പോൾ, എനിക്കറിയില്ല. പക്ഷേ റിഡ്ലി സ്കോട്ടിന് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ആണ്. ഞാനത് അങ്ങനെ ആലോചിച്ചത്. നെപ്പോളിയൻ ഫുൾ സ്ക്രീൻ മറ്റേ എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോയിൽ ഫിലിം ചെയ്ത സിനിമയാണ്. ഇതതുപോലെ ചെയ്യായിരുന്നു, അതിനുള്ള മുതലുണ്ടായിരുന്നു ഈ സാധനം. അപ്പോൾ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും തിയേറ്റർ വാച്ചാണ്. പക്ഷേ ഗ്ലാഡിയേറ്റർ 1 അടുത്ത് വെക്കാൻ പറ്റില്ല. കാരണം അത് ഈ സിനിമ മോശമായതുകൊണ്ടല്ല. ഗ്ലാഡിയേറ്റർ 1 ഒരു ലെജൻഡറി മൂവിയാണ്. അതിനെ റീമേക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുള്ളൂ അത് അങ്ങനെ തന്നെ ആവുന്നത്. അല്ലെങ്കിൽ റസൽ ക്രോ തന്നെ വീണ്ടും അഭിനയിച്ചാലും അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നുള്ളൂ അതൊരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. മാസ്റ്റർ പീസ് എൻ്റെ മനസ്സിൽ അങ്ങനൊരു സ്ഥാനമുള്ള സിനിമയാണ്. അപ്പോൾ അതിനെ മറികടക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. അത് ഡയറക്റ്റ് ചെയ്ത സെയിം ഡയറക്ടർ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അത്ര എത്താൻ പറ്റണില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത്.
ഈ സിനിമ ഒരു ഇൻഡിവിജ്വൽ മൂവിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പിക് സിനിമയായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഗ്ലാഡിയേറ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പെത്തിയില്ല എന്നുള്ളൊരു ഫീല് ചിലപ്പോൾ തോന്നാൻ പോകുന്നത്. കാരണം ഈ ആ പടം ഇതിനെ ഓവർഷാഡോ ചെയ്ത് കളഞ്ഞു. അതിൽ റസൽ ക്രോ വന്ന് നിന്നിട്ട് ഐ ആം മാക്സിമസ് ഡെസിമസ് മെറിഡിയസ് എന്ന് പറയണ സീൻ അത് മാത്രം മതി. അമ്മാതിരി ഗൂസ്ബം പഠിച്ച് നമ്മൾ വേറെ റേഞ്ചിലെത്തും. അങ്ങനത്തെ ഒരു സീനാണത്. ആ ഒറ്റ 10 സെക്കൻഡ് മതി ആ സിനിമ എന്ത് ഐറ്റമാണെന്ന് മനസ്സിലാക്കാനായിട്ട്. ഇതിനകത്ത് അതുപോലെ സീനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പറ്റുള്ളത് ഇവരെത്ര ശ്രമിച്ചാലും ഞാൻ പറയില്ല, ചില സിനിമകളുണ്ട് അതിനെ തുടരുതെന്ന് പറയും. ഗ്ലാഡിയേറ്റർ ആണ് അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇതിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല സീക്വലിന്. പക്ഷേ അവർ നന്നായിട്ട് ചെയ്ത് പക്ഷേ ഒരിക്കലും ആ വണ്ണിൻ്റെ അത്ര എത്തില്ല. അത് ആ സിനിമ നമുക്ക് ഇമോഷണലി നമുക്ക് ഒരു മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു അടുത്ത് നിൽക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ അടുത്തേക്ക് എത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി. ചില സിനിമകൾ എത്തിയിട്ടുണ്ട്. വണ്ണിനേക്കാൾ മികച്ച സെക്കൻഡ് പാർട്ടുണ്ടായിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനേറ്റർ വണ്ണിനേക്കാൾ വേറെ റേഞ്ചിലെത്തിയ സിനിമയാണ് ടെർമിനേറ്റർ 2 ജഡ്ജ്മെൻറ്റ് ഡേ. ഇൻസൈഡ് ഔട്ട് 1 വേറെ ലെവലായിരുന്നു, 2 അതുക്ക് മേലെ ആ സീൻ. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. സെക്കൻഡ് പാർട്ട് വേറെ സീനിലെത്തിച്ച സിനിമകളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന അങ്ങനെ കുറച്ച് സിനിമകളൊന്ന് കമൻറ്റ് ചെയ്തേ. 1നേക്കാളും 2 അടിപൊളിയായിട്ട് തോന്നിയ സിനിമകൾ. എനിക്കതുപോലെ പിന്നെ ഉള്ളൊരു സിനിമ മിഷൻ ഇമ്പോസിബിളാണ്. 2ൻ്റെ ആളിയ അത് എനിക്ക് എൻ്റെ മനസ്സിൽ 2 ആസ് എ 90s കിഡ് എനിക്ക് വേറൊരു വികാരമാണ് 2. അതിനകത്ത് ടോം ക്രൂസ് ആ തീൻ്റെ ഇടയിൽ കൂടെ മുടിയൊക്കെ പറത്തി കഴിഞ്ഞൊരു സീനുണ്ട്. അത് മാത്രം മതി. അത് ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്കഞ്ഞ് അറിയാൻ പാടില്ല. അങ്ങനത്തെ സീനാണ്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ് മിഷൻ ഇമ്പോസിബിൾ 2. 1 ഇഷ്ടപ്പെട്ടു. 2 വേറെ റേഞ്ച് ആ സീനാണ് എനിക്ക് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. MI2 മിഷൻ ഇമ്പോസിബിൾ 2. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ നിങ്ങൾക്ക് 1നേക്കാൾ സൂപ്പറായിട്ട് 2 ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് ഏത് പടമാണെന്നുള്ളത്. ആലോചിക്കുമ്പോൾ ഇനിയും കിട്ടുമല്ലോ, കുറേ സിനിമകൾ കിട്ടും. എൻ്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന പടങ്ങൾ വേഗം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ 4DXലാണ് കണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ 4DX കാണണമെന്നും ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് 4DX പോയത്. എനിക്ക് തോന്നിയത് 4DXൻ്റെ ഇന്നത്തെ ടിക്കറ്റ് റേറ്റ് 400 രൂപയായിരുന്നു. ഭാഗ്യത്തിന് അവിടെ ചിലപ്പോൾ എക്സ്ട്രാ പൈസ ഒന്നും മേടിച്ചില്ല. 400 രൂപ തന്നെയാണ് ആയത്. ക്യാഷ് ബാക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നത് കോട്ടക്കിൻ്റെ മറ്റേ കാർഡ് ഉപയോഗിച്ചുകൊണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് പറയാം. പണ്ടൊക്കെ ചെന്ന് എടുക്കുമ്പോൾ തന്നെ ക്യാഷ് ബാക്ക് കാണിക്കുമായിരുന്നു. ഇപ്പോൾ എന്തോ എനിക്കൊന്ന് ക്യാഷ് ബാക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അങ്ങനെ എന്തോ സ്കീമൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. കിട്ടുമില്ലയോ എന്നൊക്കെ കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ കോട്ടക്കിൻ്റെ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടണമെന്നുള്ള. എനിവേസ് 4DX 400 കൊടുത്ത് കണ്ടത് എനിക്ക് വർത്തായിട്ട് ഫീൽ ചെയ്തില്ല. ഞാനത് തുറന്നു പറയാണ്. എനിക്കത് വർത്തായിട്ട് ഫീൽ ചെയ്തില്ല. ഓഫർ പ്രൈസ് വരുമ്പോൾ 199 ആ റേഞ്ചിലൊക്കെ കാണാനാണെങ്കിൽ ഓക്കെ. പക്ഷേ 400 റുപ്പീസ് 4DX ടിക്കറ്റ് പ്രൈസിന് കണ്ടപ്പോൾ എനിക്ക് അത്ര വർത്തായിട്ട് ഫീൽ ചെയ്തില്ല. ഞാനിതിപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയോ മുംബൈ എവിടെയെങ്കിലും ഇറങ്ങി എനിക്കിത് ഐമാക്സിൽ കാണാൻ പറ്റുമായിരുന്നു. ഈ സിനിമ ഐമാക്സിലുണ്ട്. ഐമാക്സ് DMR പ്രോസസ്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. സംഭവം മുകളിലും അടിയിലും എന്താണ് ലെറ്റർ ബോക്സിങ് ഉണ്ടാവുമെങ്കിൽ പോലും ഇത് ഐമാക്സിൽ കാണുമ്പോൾ വേറൊരു ഫീൽ തന്നെയായിരിക്കും. സൗണ്ടൊക്കെ വേറൊരു സീൻ തന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളുടെ അടുത്ത് ഐമാക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഐമാക്സിൽ കാണണമെങ്കിൽ നല്ല, അല്ലെങ്കിൽ PX ഒക്കെ ഉണ്ടെങ്കിൽ PXൽ കാണാൻ ശ്രമിക്കുക. സംഭവം മുകളിലും അടിയിലും ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനുള്ള തിയേറ്റർ കാണുകയാണെങ്കിൽ ഐമാക്സോ ഡോൾബി സിനിമയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PLF കാണുകയാണെങ്കിൽ അതും ഫ്ലാറ്റ് സ്ക്രീനുള്ള സിനിമകൾ തിയേറ്റർ ആണെങ്കിൽ മുകളിലും അടിയിലും ലെറ്റർ ബോക്സിങ് ഉണ്ടാവും, ബ്ലാക്ക് ബാർ ഉണ്ടാവും. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് ചോദിക്കുന്നതാണ് ഇത് എവിടെ കാണാൻ പറ്റിയ പടമാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഐസെക്സ് മറിയ മൂവാറ്റുപുഴ, രേവതി സിനിമാക്സ്, ഏരീസ് മൾട്ടിപ്ലക്സ്, നമ്മുടെ വനിത, പിന്നെ വേറെ എവിടെയാണ് ഫോറം മോള്, സ്ക്രീൻ 3 ഇവിടെയൊക്കെ കാണാൻ പറ്റിയ ഗംഭീര പടമാണെന്നാണ് ഞാൻ പറയുള്ളൂ. അപ്സര കാലിക്കട്ട്. പക്ഷേ ഇവിടെയൊക്കെ സിനിമ എന്താണെന്നറിയില്ല. ഈ സിനിമയ്ക്ക് തീരെ ഇത് കിട്ടിയില്ല, സ്ക്രീൻ കിട്ടിയില്ല. അത് ഇന്നലെ ഇറങ്ങിയ ആ കാട്ടവരാതം കാരണമാണ്. അതിൻ്റെ ഏകദേശം തീരുമാനം ഇന്നത്തോടെ ആകും. അതുകൊണ്ട് ഭാഗ്യത്തിന് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ചിലപ്പോൾ സ്ക്രീൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. PXL പോലും ഈ സിനിമ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് PXL ഇട്ടില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ആ സ്ക്രീൻ 3-ലെങ്കിലും ഇടാൻ നോക്കുക. ഫോറം മോളിൽ അടിപൊളിയായിരിക്കും. രേവതി സിനിമാക്സ് ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഒരു ഷോ എങ്കിലും ഗ്ലാഡിയേറ്റർ നിങ്ങളുടെ ആ ഓഡിയോ 1-ൽ ഇട്ടണം. വേറെ റേഞ്ച് ആയിരിക്കും അവിടെ കാണാൻ. ഏരീസ് ഓൾറെഡി ഓഡിയോ 1-ൽ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ പാലക്കാടാണെങ്കിൽ ലാഡർ സിനിമാസ്, അങ്ങനെ ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ ജോസ്, അവിടെയൊക്കെ കാണാൻ ഗംഭീര ഒരു സിനിമയാണിത്. എന്തായാലും റിഡ്ലി സ്കോട്ടിൻ്റെ
ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ക്വാളിറ്റി ആയിരിക്കും. പുള്ളി ക്വാളിറ്റിയിൽ തീരെ കോംപ്രമൈസ് ചെയ്യാത്തൊരു ഫിലിം മേക്കറാണ്. പുള്ളി നല്ല പ്രായമുണ്ട്, 10, 70, 80 വയസ്സെന്തോണ്ട്. പക്ഷേ എൻ്റെ മോനെ പുള്ളിക്കാരൻ ഈസ് എ വിഷണറി ഡയറക്ടർ. ഭയങ്കര എക്സലൻറ്റ് ടോപ്പ് നോച്ച് വിഷ്വൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡയറക്ടറാണ്. ഇപ്പം നെപ്പോളിയൻ സിനിമ മൊത്തത്തിലൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ വിഷ്വൽസ് വേറെ ലെവലായിരുന്നു. ഭയങ്കര വേറെ ലെവൽ വിഷ്വൽസൊക്കെ എടുത്തു വെക്കും പുള്ളിയുടെ സിനിമകൾ. നിങ്ങൾ എന്തോരം സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കിങ്ഡം ഓഫ് ഹെവൻ എന്നൊക്കെ പറഞ്ഞ പടമുണ്ട്. എൻ്റെ മോനെ ബോഡി ഓഫ് ലൈസ് ഇഷ്ടംപോലെ പടം പറയാൻ പോയാൽ കണ്ടമാനം സിനിമകളുണ്ട്. പുള്ളി എടുത്തു വെച്ചിരിക്കുന്ന ചില സാധനമൊക്കെ എനിക്കൊന്ന് പുള്ളി ഒരു 10 പടം പിടിച്ചാൽ 1 2 നമുക്ക് ഇഷ്ടപ്പെടാതെ വരുള്ളൂ. ബാക്കിയെല്ലാം വേറെ റേഞ്ച് വേറെ തലത്തിൽ നിൽക്കുന്ന സിനിമകളായിരിക്കും. ഒന്നും വേണ്ട, ഏലിയൻ മാത്രം മതി. ഈവൻ ജെയിംസ് ക്യാമറൺ പോലെ ഏലിയൻ 2 എടുക്കാം. എന്താ കാരണം ഇത്? ഏലിയൻ എന്നുള്ള സിനിമ ഹിറ്റായതുകൊണ്ടാണ്. ആ ഏലിയൻ എന്നുള്ള സിനിമ മൊത്തം ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്ന് നമുക്ക് ഇത്രയും വലിയൊരു ഐക്കോണിക് ആയിട്ടുള്ള സിനിമ കൊണ്ടുവന്ന ഡയറക്ടറാണ് റിലീസ് സ്കോട്ട്. അദ്ദേഹം തന്നെ പിന്നീട് ഏലിയൻ്റെ കോവനൻറ്റ്, പ്രൊമീത്തിയസ് ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ റേഞ്ചായിരുന്നു. ആ പടമൊക്കെ ഐമാക്സിലുള്ള പടമായിരുന്നു. അന്ന് ഐമാക്സിലൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സിനിമകളൊക്കെ വേണം ഐമാക്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഈ ഗ്ലാഡിയേറ്റർ പാർട്ട് 1 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പോയി കാണാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കേറിയ ഒരു സമയത്താണ് ഇത് റിലീസ് വന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ഓൾറെഡി പണ്ട് നമ്മുടെ ശ്രീധറിലാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീധറിലാണോ ഷെണൈസിലാണോ? ശ്രീധർ, ഷെണൈസ് അല്ലെങ്കിൽ പത്മ, ഇതിലേതൊരു തിയേറ്ററിലാണ് ഞാൻ ഈ സിനിമ ഗ്ലാഡിയേറ്റർ കണ്ടേക്കണം. ഐ ആം റൈറ്റ്, ഇത് ശ്രീധറിലാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ഈ സിനിമ കാണാൻ പോയത്. അച്ഛൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണിത്. ഭയങ്കര വേറെ റേഞ്ച് ഒരു സിനിമ തന്നെ. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതൊരു സൂപ്പർ മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. പക്ഷേ നോട്ട് അപ് ടു ഇറ്റ്സ് ലെഗസി മൂവി, അത്രേ ഉള്ളൂ. ഇത് മോശം പടം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എല്ലാവരുടെ ആക്ടിങ്ങും ഒക്കെ നല്ലതായിരുന്നു. എല്ലാം കൊള്ളാം. ആക്ഷൻ സെറ്റ് പീസസ്, ഒരു ആക്ഷൻ ഉണ്ട്, അത് അടിപൊളിയാണ്. അതായത് ഞാൻ ആദ്യമായിട്ട് അത് കാണാൻ കൊളോസിയം ഇതിനകത്ത് സെറ്റ് ഇടുക ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ ഗ്ലാഡിയേറ്റർ പോലെ തന്നെ. അത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഗ്ലാഡിയേറ്റർ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി ഒരു സെറ്റ് ഇട്ടാണ് ആ കൊളോസിയം ഉണ്ടാക്കിയിട്ട് ഫിലിം ചെയ്ത്. ഇതിനകത്ത് അതേ സ്ഥലത്ത് തന്നെ പോയിട്ട് ഒന്നുകൂടി സെറ്റിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് ഞാനൊരു റസൽ ക്രോയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ സിനിമയെ പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പുള്ളി മാപ്പ് എടുത്ത് നോക്കിയപ്പോഴേക്കും സെറ്റ് അവിടെ തന്നെ ഇട്ടേക്കണമെന്ന് കണ്ടത്. അത് അത്ഭുതം തോന്നി. റിലീസോടെ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുള്ളിക്ക് വേറെ വിവരങ്ങളൊന്നും അറിയില്ല. പക്ഷേ അത് ഇറക്കാൻ മുതിർന്നെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവുമെന്ന് പുള്ളി പറഞ്ഞിരുന്നു. ആ റീസൺ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്ര ഗംഭീരമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് സിനിമ. അപ്പോൾ ഈ സെറ്റൊക്കെ ഇട്ട് ചെയ്തതിൽ ഒരു പർട്ടിക്കുലർ വിഷ്വൽ ഉണ്ട് ഇതിനകത്ത്. ഗ്ലാഡിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ റിങ്ങിൽ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുന്നതിൻ്റെ ഇതിനകത്ത് ഫസ്റ്റ് പടത്തിനകത്ത് പുലിയുടെ കൂടെ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനകത്ത് കുറച്ച് അനിമൽസിൻ്റെ കൂടെയുള്ള സംഭവം. അത് എന്താണെന്നൊന്നും റിവീൽ ചെയ്യാനുള്ള നിങ്ങളവിടെ ചെന്ന് തിയേറ്ററിൽ കാണുമ്പോൾ ഒരു നല്ല രസമായിരിക്കും. പക്ഷേ വേറൊരു സാധനമുണ്ട്. ഈ ഗ്ലാഡിയേറ്ററിൻ്റെ ആ ഒരു കൊളോസിയൻ അറീനയുടെ അകത്ത് വെള്ളം നിറച്ചിട്ട് ഷിപ്പിനകത്തൊരു ഫൈറ്റ് ഉണ്ട്. അത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അവർ പണ്ട് ചെയ്യുമായിരുന്നോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിക്ക് ഹിസ്റ്ററി പരമായിട്ട് ഇത് അങ്ങനെ ചെയ്തിരുന്നോ എന്ന് അറിയില്ല. അതുമാത്രമല്ല ഇതിനകത്തുള്ള കഥ എക്സാക്റ്റ് ഹിസ്റ്ററിയുടെ ഭാഗമാണോ എന്നുള്ള കാര്യം ഒന്നും എനിക്കറിയില്ല. അതൊക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ആസ് പെർ ഹിസ്റ്ററി കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണോ അല്ലെങ്കിൽ ഫിക്ഷണലാണോ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടേക്ക് ആണോ എന്താണെന്നുള്ളത്, ബേസ്ഡ് ഓൺ ക്യാരക്ടർ സീനൊക്കെ ആണോ എന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഈ RR സിനിമയിൽ രാജമൗലി ചെയ്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വ്യത്യസ്ത കഥാപാത്രങ്ങൾ, ഹിസ്റ്ററിയിലുള്ള ശരിക്കും ജീവിച്ചിരുന്ന 2 കഥാപാത്രങ്ങളെ എടുത്തിട്ട് ഒരു സിനിമയിലേക്ക് ചേർത്ത് RR ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ കൊമരം ഭീം എന്നുള്ള ക്യാരക്ടർ വേറൊരു കാലഘട്ടത്തും രാമരാജു വേറെ കാലഘട്ടത്തുള്ള ആൾക്കാരായിരുന്നു. അവർ രണ്ടുപേരും ചേർത്ത് ഒരു സിനിമ ഫിക്ഷണലായിട്ട് പിടിച്ചായിരുന്നു RR. അതുപോലെയാണോ ഇത് ചെയ്തിരിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും സംഭവം വിഷ്വലി സ്റ്റണ്ണിങ് തന്നെയാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഗ്ലാഡിയേറ്റർ നിങ്ങൾ ഇവിടെ വെച്ചോ, ഇതല്ലാതിരുന്ന് കണ്ടോ, അങ്ങനെ എനിക്ക് പറയാനുള്ളത്. 4DX വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ആ പ്രൈസിന് കേട്ടോ. 199 റുപ്പീസിനൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ്. എന്തായാലും ഞാൻ കുറച്ച് തിയേറ്റേഴ്സ് പറഞ്ഞതുണ്ട്, അവിടെയൊക്കെ പോയി കാണാൻ നോക്കുക. പിന്നെ എൻ്റെ പൊന്ന് ഫോറം മോളെ ആ സ്ക്രീൻ 3 കൊണ്ടുപോയിടുക. ആ അവരാതൊക്കെ എടുത്ത് മാറ്റിയിട്ട് സ്ക്രീൻ 3, 4 ഈ പടം കൊണ്ടുപോയിട്. ആ ആൾക്കാർ ശരിക്കും എൻജോയ് ചെയ്യും സിനിമയൊക്കെ ആകുമ്പോഴേക്കും. ഐസക് മറിയയിൽ ഇത് ഷോ ഉണ്ടാകുന്ന അറിയില്ല. ഗ്ലാഡിയേറ്റർ നിങ്ങളുടെ 1 or 2 ഏതെങ്കിലും സ്ക്രീനിലൊന്നും ഇടാൻ നോക്കുക. പിന്നെ രേവതിയിൽ അവരാതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതെടുത്തിട്, അടിപൊളിയായിരിക്കും. അവിടെയൊക്കെയാണ് കാണേണ്ടത്. 64 ചാനൽ അറ്റ്മോസുള്ള തിയേറ്ററാണ് പാരിപ്പള്ളി രേവതി സിനിമാക്സ്. വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ
ഇൻ കേരള എന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഞാൻ മറ്റേ ഡ്യുവലൈസർ PXൽ കാണിച്ചെന്നല്ല, പോയി കണ്ടോ അവിടെ, വേറെ സീനായിരിക്കും അവിടെ കാണാനായിട്ട്. അപ്പോൾ ശരി, ഇത്രേ ഉള്ളൂ. ബൈ ബൈ.